പലപ്പോഴും നമ്മളൊരു രോഗത്തിൻ്റെ സിവിയറിറ്റി വെച്ചിട്ടും ആ ഒരു വീസിങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓസ്കൾട്ടേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു രോഗത്തിൻ്റെ സിവിയറിറ്റി വെച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും നെബുലൈസേഷൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെബുലൈസേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഇൻഡിക്കേഷൻ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇൻഹേലേഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ മിക്ക പേഷ്യൻസിന് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും നെബുലൈസേഷൻ ആയിരിക്കും. അപ്പോൾ പേഷ്യൻസിൻ്റെ പൊതുവേ ഉള്ളൊരു ടെൻഡൻസിയാണ് അവർക്ക് അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഒരിക്കൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ നെബുലൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നെബുലൈസേഷൻ തനിയെ എടുക്കാനായിട്ടുള്ള ഒരു പ്രവണത മിക്ക പേഷ്യൻസിനും ഉണ്ടാവും. കാരണം അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നെബുലൈസേഷൻ എടുക്കാനാണ്. പക്ഷേ ഇങ്ങനെ ശ്വാസകോശ രോഗമുള്ള പേഷ്യൻസ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇൻഹേലേഴ്സിൽ എടുക്കുന്ന ഡോസ് അല്ല നെബുലൈസേഷൻ എടുക്കുമ്പോൾ. നെബുലൈസേഷനിൽ ആ ഒരു റെസ്പ്യൂളിലാണ് മെഡിസിൻ വരുന്നത്. അപ്പോൾ റെസ്പ്യൂൾ ചെറുതാണെങ്കിൽ അതിനകത്തുള്ള കോൺസെൻട്രേഷൻ അല്ല നമ്മൾ ഇൻഹേലേഴ്സിൽ പൗഡർ ഫോമിൽ നമ്മൾ മെഡിസിൻ എടുക്കുന്ന സമയത്ത്, ഇൻഹേലർ യൂസ് ചെയ്യുന്ന സമയത്ത്